മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗത. റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും മെഷീൻ ഗണ്ണുകളും വഹിച്ച് സാറ്റലൈറ്റുകളുടെ കണ്ണുവെട്ടിച്ച് ഇറാനിയൻ തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ ആഴത്തിൽ കുഴിച്ചെടുത്ത ഗുഹകളിൽ നിന്ന് കുതിക്കുന്ന ലൈറ്റ് വെയ്റ്റ് സ്പീഡ് ബോട്ടുകൾ. ഭീമൻ കപ്പലുകൾക്ക് നേരെ മിന്നലാക്രമണം നടത്തി അപ്രത്യക്ഷമാകുന്ന ഇറാന്റെ ഗറില്ല സേന. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കാതലായ യുദ്ധതന്ത്രം. അമേരിക്കയുടെ നൈറ്റ്മെയർ. എന്താണ് ഹോർമുസ് കടലിടുക്കിൽ ശത്രുക്കളുടെ പേടി സ്വപ്നമായ ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റ് അഥവാ കൊതുക് കപ്പൽപ്പട? എങ്ങനെയാണ് ഈ ഹാർഡ് ടു ട്രാക്ക് ബോട്ടുകൾ ഹോർമുസിൽ പിടിമുറുക്കുന്നത്? ഇറാന്റെ വലിയ യുദ്ധക്കപ്പലുകളിൽ ഭൂരിഭാഗവും നശിപ്പിച്ചുവെന്ന് US-ഉം ഇസ്രയേലും അവകാശപ്പെടുന്നതിനിടയിലാണ് IRGCയുടെ വേഗമേറിയ ചെറു കപ്പൽ വ്യൂഹം ഹോർമുസ് കടലിടുക്കിൽ US കപ്പലുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. 1979-ലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം സ്ഥാപിതമായ ഇറാന്റെ സാധാരണ സൈന്യത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC. കടലിൽ ഒരു ഗറില്ല സേനയെ പോലെയാണ് IRGC നേവി പ്രവർത്തിക്കുന്നത്. വലിയ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് ക്ലാസിക് നാവിക യുദ്ധങ്ങൾക്ക് പകരം ഹിറ്റ് ആൻഡ് റൺ ആക്രമണങ്ങളെയാണ് ഇവർ കൂടുതൽ ആശ്രയിക്കുന്നതെന്നാണ് മിലിറ്ററി അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. വർഷങ്ങളായി മിനിയേച്ചർ അന്തർവാഹിനികളുടെയും മറൈൻ ഡ്രോണുകളുടെയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചെറിയ ബോട്ടുകളുടെയും ഒരു ശ്രേണി നിർമ്മിക്കുന്നതിൽ IRGC ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിനടുത്തുള്ള സമുദ്രമേഖല നിയന്ത്രണത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചെറുതും വേഗതയേറിയതും പരിഷ്കരിച്ചതുമായ ബോട്ടുകളുടെ ഒരു കൂട്ടമാണ് മോസ്കിറ്റോ ഫ്ലീറ്റ്. 1986-ൽ ഇറാൻ പാരമ്പര്യേതര നാവിക യുദ്ധശേഷികൾ വികസിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന ആശയം ഉടലെടുത്തത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഇറാൻ ചെറിയ വിനോദ കപ്പലുകൾ പരിഷ്കരിച്ചുകൊണ്ട് അവരുടെ മോസ്കിറ്റോ ഫ്ലീറ്റ് സൃഷ്ടിച്ചു. പിന്നീട് ഈ കപ്പലുകളിൽ RPG-കൾ, M60 മെഷീൻ ഗണ്ണുകൾ പോലുള്ള ആയുധങ്ങൾ ഘടിപ്പിച്ചു. മണിക്കൂറിൽ ഏകദേശം 185 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ചെറു ബോട്ടുകൾ എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പെട്ടെന്ന് ആക്രമണം നടത്താനും പിന്നീട് പ്രദേശത്ത് നിന്ന് വേഗത്തിൽ പിൻവാങ്ങാനും ഇത് അവസരമൊരുക്കുന്നു. നിലവിൽ ഹോർമുസ് കടലിടുക്കിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഈ ചെറു ബോട്ടുകളെ ഇറാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. US-ഇസ്രയേൽ ആക്രമണങ്ങളിൽ IRGC നേവിയുടെ നിരവധി ബോട്ടുകൾ നശിപ്പിച്ചെങ്കിലും ഇനിയും ആയിരക്കണക്കിന് ബോട്ടുകൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് പോലുള്ള ഇടുങ്ങിയ ജലപാതകളിൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് മോസ്കിറ്റോ ഫ്ലീറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ഇവയെ കടലിലിറക്കി ആക്രമണം നടത്താൻ സാധിക്കും. വലിയ യുദ്ധക്കപ്പലുകളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം മിന്നലാക്രമണം നടത്തി അപ്രത്യക്ഷമാവുക എന്നതാണ് ഇവയുടെ രീതി. ഉയർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഇറാനിയൻ തീരങ്ങളിലെ ഗുഹകളിലാണ് ഈ ബോട്ടുകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വലിപ്പം വളരെ കുറവായതിനാൽ ഉപഗ്രഹങ്ങൾക്ക് പോലും ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്.